ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സീരീസിലെ പ്രിൻസ് വെജീറ്റയെ കുറിച്ചാണ്. ഡ്രാഗൺ ബോൾ സീരീസിലെ ഗോക്കു എന്ന കഥാപാത്രത്തെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും വെജീറ്റ എന്ന കഥാപാത്രത്തിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ആരാണ് വെജീറ്റ? ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ബോൾ സീരീസിന്റെ തുടക്കത്തിൽ ഒരു പ്യൂർ വില്ലനായി വന്ന് പിന്നെ ഒരു ആന്റി ഹീറോ ആയി മാറി, അങ്ങനെ മുഴുവനായും ഒരു ഹീറോ ആയി മാറിയ ഒരു ക്യാരക്ടറാണ് നമ്മുടെ വെജീറ്റ. ഗോകുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഒരാളാകണം എന്ന് വിചാരിക്കുന്ന മറ്റുള്ള സീരീസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിലെങ്ങനെയാണോ ഹീറോസ് അതുപോലെ തന്നെ. എന്നാൽ ഇങ്ങനെ ഒരാളല്ല നമ്മുടെ വെജീറ്റ. അതായത് ദേഷ്യപ്പെടുന്നതും ചാടിക്കയറി സംസാരിക്കുകയൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ വെജീറ്റ. സെയ്യൻസിന്റെ പ്ലാനറ്റ് ഭരിച്ചിരുന്ന കിങ് വെജീറ്റയുടെ മകനാണ് പ്രിൻസ് വെജീറ്റ. തന്റെ പ്ലാനറ്റും എല്ലാം തന്നെ ഇല്ലാതായപ്പോൾ ഫ്രീസ ഫോഴ്സിലാണ് വെജീറ്റ ട്രെയിനിങ് ഒക്കെ ചെയ്ത് വളർന്നു വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം നമ്മുടെ ഡ്രാഗൺ ബോൾ സിയിലാണ് നമ്മുടെ വെജീറ്റ ആദ്യമായിട്ട് കടന്നു വരുന്നത്. പിന്നീട് ഗോകു വേഴ്സസ് വെജീറ്റ എന്ന ഫൈറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടതായിരിക്കും. ഗോകു കാമേഹാമേഹ യൂസ് ചെയ്യും, അതുപോലെ തന്നെ വെജീറ്റ ഗാലിക് ഗണ്ണും. അങ്ങനെ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ഗോകു ജയിക്കുകയും ചെയ്യുന്നു. ഈ സമയം വെജീറ്റയെ ക്രില്ലൻ കൊല്ലാൻ ശ്രമിക്കുകയും ഗോകു അതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഫ്രീസ സാഗി എത്തുമ്പോഴാണ് നമ്മുടെ ഗോകു ആദ്യമായിട്ട് സൂപ്പർ സൈനായി മാറുന്നത്. ഇത് കണ്ടപ്പോഴാണ് വെജീറ്റയ്ക്ക് തന്നേക്കാൾ ലോ ക്ലാസ് വാരിയർ ആയിട്ടുള്ള ഗോകു സൂപ്പർ സൈൻ ആയെങ്കിൽ തനിക്കും അതുപോലെ സ്ട്രോങ്ങർ ആകണം എന്നൊരു വാശിയൊക്കെ വരുന്നത്. അങ്ങനെ വെജീറ്റ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു സൂപ്പർ സൈൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോകു ഇവിടെ സൂപ്പർ സൈൻ ആകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രില്ലന്റെ മരണമാണ്. തന്റെ സുഹൃത്ത് തന്റെ കൺമുന്നിൽ നിന്ന് തന്നെ മരിച്ചപ്പോൾ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ഗോകു സൂപ്പർ സൈനിലേക്ക് മാറിയത്. എന്നാൽ വെജീറ്റയ്ക്കാണെങ്കിൽ സ്വന്തമായി ട്രെയിൻ ചെയ്ത് സൂപ്പർ സൈൻ ആയി വന്നതാണ്. ഇതുപോലെ ഒരു സിറ്റുവേഷന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും വെജീറ്റ ഇവിടെ വില്ലൻ തന്നെയാണ്. പിന്നീട് അതിനുശേഷം ബുൾമയായിട്ടൊക്കെ മാരേജ് ചെയ്ത് ഇവരുടെ കൂടെ തന്നെ കൂടിയപ്പോഴാണ് ചെറുതായിട്ട് വെജീറ്റയുടെ സ്വഭാവങ്ങളൊക്കെ മാറി മാറി വരുന്നത്. അങ്ങനെ വെജീറ്റ സെല്ലുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ വന്ന സമയത്ത് സെക്കൻഡ് ഫോമിലുള്ള സെല്ലിനെ ഈസി ആയിട്ട് വെജീറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ വെജീറ്റ ഇവിടെ കരുതിയിരുന്നത് തന്നെക്കാൾ പവർഫുൾ ആകാൻ ഇനി ആർക്കും കഴിയില്ല എന്ന ആ ഒരൊറ്റ വാശിയിൽ സെല്ലിനോട് നീ പോകാൻ പറ്റുന്നത്ര വരെ പോയിക്കോ, പക്ഷെ എന്നെക്കാൾ പവർഫുൾ ആകാൻ കഴിയില്ല എന്ന ആ ഒരൊറ്റ കാരണത്താൽ സെൽ അത് മുതലെടുത്ത് പെർഫെക്റ്റ് ഫോമിലേക്ക് മാറും. എന്നാൽ വെജീറ്റ കരുതിയതുപോലെ ഒന്നും തന്നെ നടന്നതുമില്ല. ആർക്കും തൊടാൻ കഴിയാതത്ര പവർഫുള്ളായി നമ്മുടെ സെല്ല് മാറി. അവസാനം നമ്മുടെ ഗോഹാൻ തന്നെ വേണ്ടി വന്നു സെല്ലിനെ പിടിച്ചു നിർത്താൻ വേണ്ടി. അതിനുശേഷം ഇവിടെ അവസാനം സംഭവിച്ചത് സെല്ല് അവസാനം ബ്ലാസ്റ്റ് ആകും എന്ന് മനസ്സിലാക്കി ഗോകു തന്റെ ജീവൻ കൊടുത്ത് ഈ പ്ലാനറ്റ് തന്നെ രക്ഷിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ശരിക്കും വെജീറ്റയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ലോ ക്ലാസ് ചെയ്യാനായിട്ടുള്ള ഗോകു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അടക്കം ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചു. പ്രിൻസ് വെജീറ്റ ആയിട്ടുള്ള ഞാൻ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തത് എന്ന ആ ഒരു കുറ്റബോധവും പല കാര്യങ്ങളും മനസ്സിൽ വരാൻ തുടങ്ങി. പിന്നീട് കിഡ്ബു ആയിട്ടുള്ള ഫൈറ്റിലൊക്കെ വെജീറ്റ ഇതൊക്കെ മാറ്റി കാണിച്ചു തന്നു. തനിക്ക് പോകാൻ പറ്റുന്ന ലിമിറ്റിനപ്പുറം കിഡ്ബു ആയിട്ട് ഫൈറ്റ് ചെയ്തു. ഒരു നിമിഷം നമ്മുടെ ഗോകു തന്നെ ഇത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ സെൽ സാഗയിൽ ഗോകു എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ തന്റെ ജീവൻ കൊടുത്ത് വെജീറ്റ ബോവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ ബോവിനൊന്നും തന്നെ സംഭവിച്ചില്ല, അത് വേറെ കാര്യം. ഡ്രാഗൺ ബോൾസിൽ തന്നെ ഇമോഷൻ സീൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറവാണ്. എന്നാൽ ഈ ഒരു സീൻ എല്ലാവരെയും ചെറിയൊരു രീതിയിൽ ഇമോഷണൽ ആക്കിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പിക്കലോ തന്നെ പറയുന്നുണ്ട്, എർത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നവനാണ് നമ്മുടെ വെജീറ്റ. അങ്ങനെ തന്റെ ജീവൻ കൊടുത്ത് ഈ പ്ലാനറ്റ് സേവ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു സമയമായപ്പോഴേക്കും എല്ലാവർക്കും വെജീറ്റ എന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വന്നു. പിന്നീട് ഡ്രാഗൺ ബോൾ സൂപ്പർ എത്തിയപ്പോഴേക്കും നല്ലൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ വെജീറ്റ മാറി. മനസ്സിന്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹവും ഉണ്ടെങ്കിലും പുറമെ ആ ഒരു നോർമൽ സ്വഭാവമായിട്ടുള്ള ആ ഒരു ദേഷ്യത്തിലുള്ള പെരുമാറ്റം തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ അവസാനം ടൂർണമെന്റ് ഓഫ് പവർ ഒക്കെ എത്തിയപ്പോഴേക്ക് വെജീറ്റ സ്വന്തമായി സൂപ്പർ സൈൻ ബ്ലൂ എവല്യൂഷൻ പോലുള്ള ഫോമിലേക്കെല്ലാം കൊണ്ടുവരുന്നതൊക്കെ അടിപൊളിയായിട്ടാണ് കാണിച്ചിരുന്നത്. ഇനിയും വെജീറ്റയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വെജീറ്റ പറയുന്ന ഓരോ ഡയലോഗ്സും യൂണിവേഴ്സ് 6ലുള്ള കാബ എന്ന ക്യാരക്ടർ നമ്മുടെ വെജീറ്റയെ ഒരു മാസ്റ്റർ ആയിട്ട് കാണുന്നതും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല. അതായത് നമ്മൾ ഡ്രാഗൺ ബോൾ ക്രിയേറ്റ് ചെയ്ത അക്കിര ടോറിയാമയ്ക്ക് ഈ ഒരു വെജീറ്റ എന്ന ക്യാരക്ടറിന് തീരെ ഇഷ്ടമല്ല. അതായത്
അതായത് ആദ്യം ഒരു പ്യൂർ വില്ലനായിട്ട് തന്നെയാണ് വെജിറ്റയെ കൊണ്ടുവന്നത്. അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരനും വിചാരിച്ചത്. പിന്നീടുണ്ടായ വെജിറ്റയുടെ ആ ഒരു ഫാൻ ബേസ് കാരണമാണ് വെജിറ്റ ഇപ്പോഴും നമുക്ക് ഈ ഡ്രാഗൺ ബോൾ സീരീസിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചു പേരെങ്കിലും ഈ ഒരു വെജിറ്റ എന്ന ക്യാരക്ടർ ഡ്രാഗൺ ബോൾ തന്നെ വേഴ്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ചില ഡ്രാഗൺ ബോൾ നോൺ കാനോൺ മൂവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലത്തും വെറുതെ വെജിറ്റയെ കൊണ്ടുവന്ന് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയത് എന്ന് എനിക്ക് അറിയില്ല. എക്സാമ്പിളിന് നിങ്ങൾ ആ ഒരു ടാപ്പിയോന്റെ മൂവിയൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ തോന്നിയിരിക്കാം. അതുപോലെ സീരീസിൽ തന്നെ പല സ്ഥലത്തായിട്ട് നമ്മുടെ സീ ഫൈറ്റേഴ്സ് അവർക്ക് പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വെജിറ്റയുടെ ഒരു പവർ ലെവലും മറ്റൊക്കെ നോക്കുമ്പോൾ ചില സ്ഥലത്ത് ഒന്നും തന്നെ ചെയ്യാത്ത രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മെയിൻ വില്ലനെ വെജിറ്റ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലും കാണിച്ചു തരാമായിരുന്നു. അവസാനം ഗോക്കു തന്നെ മെയിൻ വില്ലനെ ഡിഫീറ്റ് ചെയ്യണം എന്ന് അക്കിര ടോറിയാമ വിചാരിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചാലും വെജിറ്റയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും വെജിറ്റയെ പറ്റി എന്താണ് പറയാനുള്ളത്? മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.